പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലെ സിജെപി പ്രതിഷേധത്തിൽ നടപടിയെടുത്ത പോലീസ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അറസ്റ്റ് ചെയ്തു. രാഹുൽ ഗാന്ധിയെ വഴിയിലൂടെ വലിച്ചിഴച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വൻ പ്രതിഷേധമാണ് സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. പ്രതിഷേധിച്ച എംപിമാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കി. Democracy in India is happening right now. അനുരഞ്ജന കൃഷ്ണയുണ്ട് വിവരങ്ങളുമായി. അനുരഞ്ജന, എന്തായാലും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇപ്പോൾ എന്തായാലും ശക്തമായ നടപടിയിലേക്കാണ് പോലീസ് കടന്നത്. എംപിമാരെ അടക്കം ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എങ്ങനെയാണ് വിവരങ്ങൾ? കറുത്തു വളരെ നാടകീയമായ നീക്കങ്ങൾ കാണുന്ന വൈകുന്നേരം മുതൽ രാജ്യ തലസ്ഥാനം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. പാറ്റകളിൽ നിന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഒരു പറ്റം ചെറുപ്പക്കാർ ആരംഭിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ആരംഭിച്ച പ്രതിഷേധം ഇന്ന് രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ നേതാവിനെയും അടക്കം തെരുവിലൂടെ വലിച്ചിഴച്ച് പോലീസുകാർ കൊണ്ടുപോകുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ ഡെമോക്രസിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോലീസുകാർ വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രധാനപ്പെട്ട പ്രതിപക്ഷ മുതിർന്ന നേതാക്കളെ അടക്കം തെരുവിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് സ്ത്രീകളടക്കം അടങ്ങുന്ന പ്രതിഷേധക്കാരെയുമൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയായിരുന്നു വൈകുന്നേരം തലസ്ഥാനമായ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ കണ്ടുകൊണ്ടിരുന്നത്. സിജെപി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടത്തിയ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ പ്രതിപക്ഷ നേതാക്കൾ, മുതിർന്ന പ്രതിപക്ഷ നേതാക്കളെ അടക്കം കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കം അതിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിലെ പ്രമുഖ നേതാക്കളെ അടക്കം വലിച്ചിഴച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബലം പ്രയോഗിച്ച് യാതൊരുവിധ ഇതും കാണിക്കാതെ ബലം പ്രയോഗിച്ച് ആയിരുന്നു പോലീസുകാരുടെ നീക്കം നടന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിലാണ് ഇത്രയും വലിയ ഒരു സംഘർഷാവസ്ഥ നടന്നിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ വലിച്ചിഴച്ചുകൊണ്ടായിരുന്നു പോലീസുകാർ നടപടി മുന്നോട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി പിടിവലിക്കിടെ നിലത്ത് വീഴുകയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുറിവേൽക്കുകയും ഒക്കെ തന്നെ ചെയ്തു. രാഹുലിനെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റാനാണ് പോലീസ് ശ്രമിച്ചത്. രാഹുലിൻ്റെ മൂക്കിനായിരുന്നു പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇന്ത്യയിലെ ജനാധിപത്യം എന്നാണ് പോലീസ് ആക്രമണത്തിനിടയിൽ മാധ്യമങ്ങളോടായി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നാലെ പ്രധാനമന്ത്രിക്കെതിരെ പരിഹാസവുമായി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് അക്കൗണ്ടിലൂടെ പരിഹാസിച്ചത്. ഭയചകിതനായ പ്രധാനമന്ത്രി എന്ന തലക്കെട്ടോടെയാണ് കോൺഗ്രസ് നരേന്ദ്രമോദിയുടെ ചിത്രം ഔദ്യോഗികമായി എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചത്. നരേന്ദ്രമോദി ഒരു കട്ടിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ചിത്രവും രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ഡൽഹിയിലെ പ്രതിഷേധത്തിനിടയിലുള്ള ചിത്രവും ചേർത്തായിരുന്നു കോൺഗ്രസിൻ്റെ ഈ പോസ്റ്റ്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എംപിമാരെ വലിച്ചിഴച്ചാണ് ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രതിഷേധ സ്ഥലത്തുണ്ടായിരുന്നു. അഖിലേഷിനെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചിരുന്നു. കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധിയെയും ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. പ്രിയങ്ക ഗാന്ധിയെ പോലീസ് വാഹനത്തിനുള്ളിലേക്ക് തള്ളിക്കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ രാജ്യമെമ്പാടും കണ്ടിരുന്നു. കേന്ദ്ര സർക്കാരിനോട് പ്രധാനമായും
5 ആവശ്യങ്ങളൊക്കെ കോൺഗ്രസ് നേരത്തെ ഉന്നയിക്കുകയുണ്ടായി. നീറ്റ് പരീക്ഷ എഴുതി ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പ്രതികരിക്കണം. വിദ്യാഭ്യാസ മന്ത്രി ഉടൻ രാജിവെക്കണം. വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എ സജീവൻ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ സജീവൻ. നമ്മൾ കാണുന്നതാണ് ഇന്നും ഇന്നലെയുമായി ഡൽഹിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന്. വലിയ രീതിയിലൊരു പ്രക്ഷോഭത്തിലേക്കാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രതിഷേധിച്ചവരെ അടിച്ചമർത്തുന്ന പോലീസിനെ നമ്മൾ കണ്ടു. ഇന്നിതാ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന പരിഗണന പോലും നൽകാതെ രാഹുൽ ഗാന്ധിയെ തെരുവിലൂടെ വലിച്ചിഴയ്ക്കുന്ന ഒരു പോലീസ് സന്നാഹത്തെയാണ് നമ്മൾ കണ്ടത്. പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുക എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ മാറുന്നു എന്ന് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇത് നേരത്തെ കർഷക സമരത്തോട് കാണിച്ചൊരു അവഗണനയുണ്ടല്ലോ, ആ രീതിയിൽ തങ്ങൾ വിചാരിച്ച് ചെയ്യും, അതിനനുസരിച്ച് മറ്റുള്ളവർ അത് അനുഭവിച്ചു കൊള്ളണം. അത് എന്ത് ക്രൂരമായിട്ട് നടപടി തങ്ങളുടെ ഭാഗത്തുണ്ടായാലും അത് അനുഭവിച്ചു കൊള്ളണം എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇത്രയും ഭീകരമായ ഒരു രീതി നീറ്റ് പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ള ഈ അട്ടിമറി എന്ന് പറയാവുന്ന രൂപത്തിൽ ഇത്രയും ഭീകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനെതിരെ എത്രയോ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ പോലും നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. അവിടെ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് ഇത്രയും ആളുകളെ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണല്ലോ അവർ പോകുന്നത്, ജനസേവകരായിട്ടാണല്ലോ ഭരണത്തിൽ ഇരിക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ പറയും, ഞങ്ങൾ ചെയ്യും, അത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്നുള്ള രീതിയിലാണ് മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ. അത് നേരത്തെ ഇപ്പോഴത്തെ പ്രശ്നം മാത്രമല്ല, ഈ കർഷക സമരം ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് കർഷകരാണ്. അവിടെ പഞ്ചാബ് ഹരിയാന തുടങ്ങിയിട്ടുള്ള ഭാഗത്തെ കർഷകരുടെ ആവശ്യം എന്ന് പറയുന്നത് അവര് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ശരിയായിട്ടുള്ള അവകാശങ്ങൾ അത് നിഷേധിക്കപ്പെട്ടപ്പോൾ അവരുടെ ഈ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് ഇത്തരം കാര്യങ്ങളിലൊക്കെ അവര് രംഗത്ത് വന്ന സമയത്ത് എത്ര കാലമാണ് അവഗണിച്ചത്, എത്ര ഭീകരമായിട്ടാണ് അവരെ അടിച്ചമർത്താൻ നോക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോ ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. ഇത്രയും ദിവസമായിട്ട് അവര് രാജിവെക്കണം മന്ത്രി എന്നതിലല്ലാതെ മറ്റൊരു തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല. ഏറ്റവും 1 മാസക്കാലമായിട്ട് നിൽക്കുന്ന ഈ സമരത്തെ അവഗണിച്ചുകൊണ്ടാണ് അവര് പാർലമെന്റിലേക്ക് അവർ മാർച്ച് നടത്തിയിട്ടുള്ളത്. അപ്പോഴും അക്രമ സമരത്തിലേക്കല്ല അവർ പോയിട്ടുള്ളത്. എന്നിട്ടും അതിനെ ഭീകരമായ രൂപത്തിൽ അടിച്ചമർത്തുന്നു. അത് തീർച്ചയായിട്ടും മറ്റു പാർട്ടികൾ, രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ, CPM-നെ പോലുള്ള പാർട്ടികളൊക്കെ ഇത് ഏറ്റെടുത്ത് തന്നെ നല്ല കാര്യം. കാരണം ഇതൊരു ശക്തമായ പ്രതിഷേധം ഉണ്ടായില്ലെങ്കിൽ ഈ സർക്കാരിന് എന്തും ചെയ്യാം, ഞങ്ങൾ വിചാരിക്കുന്നത് ചെയ്യും, ഞങ്ങൾക്ക് ഭരണത്തിൽ ഭൂരിപക്ഷമുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് ജനാധിപത്യമേ അല്ല, ഏകാധിപത്യത്തിന്റെ അങ്ങേയറ്റത്തെ തലമാണ് ഉള്ളത്. വെറും ഏകാധിപത്യം എന്ന് പോലും പറഞ്ഞാൽ പോരാ, ഏകാധിപത്യത്തിന്റെ അപ്പുറത്തേക്കുള്ള തലമുണ്ടല്ലോ. അതാണ് ഇപ്പൊ നമ്മൾ ഉത്തര കൊറിയയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിന് ഒരിക്കൽ പോലും ഭൂഷണമല്ല. സത്യത്തിൽ ഇതിനെ അങ്ങേയറ്റം അപലപിച്ചേ തീരും. തീർച്ചയായും കേന്ദ്ര സർക്കാർ എന്നും യുവാക്കൾക്കൊപ്പമാണ് എന്ന് പറയുന്ന മോദി തന്നെയല്ലേ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയ യുവാക്കളെ അടിച്ചമർത്തുന്നു. തങ്ങൾ പറയുന്നത് കേട്ടാൽ മതി, ഇങ്ങോട്ട് ചോദ്യം വേണ്ട എന്നൊരു നിലപാട് എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും തെരുവിലേക്ക് ഇറങ്ങിയ യുവാക്കളെ അടിച്ചമർത്തൽ മാത്രമല്ല, അവരെ തെരുവിലേക്ക് ഇറക്കി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവരൊരിക്കൽ പോലും തെരുവിൽ ഇറങ്ങാൻ ആഗ്രഹിച്ച ആളുകളല്ല. അവര് കൃത്യമായിട്ടും ഈ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അവരുന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിഭീകരമായ രൂപത്തിൽ ഉള്ളൊരു പരീക്ഷ അട്ടിമറി നടന്നിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും ആ മന്ത്രിക്ക് പറ്റുന്നില്ല. നമ്മൾ പണ്ട് റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹമാണ് ഒരു ട്രെയിൻ അപകടം ഉണ്ടായ സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം എടുത്ത് രാജിവെച്ച ഒരാൾ. അതിനുശേഷം പല മന്ത്രിമാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിൽക്കലാണ്. അത് ആ മന്ത്രിയെയും ആ നേതാവിനെയൊക്കെ സത്യത്തിൽ ഉയർത്തുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ലാൽ ബഹദൂർ ശാസ്ത്രിയൊക്കെ മോശമായിട്ട് കാണുന്നില്ലല്ലോ. അപ്പൊ ഈ സത്യത്തിൽ ഇത്ര ഭീകരമായ സംഭവം ഉണ്ടായിട്ടും
അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ മായ്ച്ചു കളയുന്ന സ്വയം മാഞ്ഞു പോകുമെന്ന് വിചാരിക്കുകയാണ് സർക്കാർ. സത്യത്തിൽ ഈ യുവാക്കൾക്കൊപ്പമെന്ന് പലതവണ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കർഷകർക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് അവർക്കൊപ്പമാണ് എന്ന് തെളിയിക്കലാണ്, പ്രാവർത്തികമായിട്ടത് നടപ്പിലാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ കേന്ദ്ര സർക്കാർ അമ്പേ പരാജയമാണ് എന്ന് പറഞ്ഞേ തീരും. ശരി, അത് തന്നെയാണ് കേന്ദ്ര സർക്കാർ യുവാക്കൾക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ താരതമ്യപ്പെടുത്താം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ സജീവൻ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. പോലീസ് എംപിമാരെന്നോ അല്ലെങ്കിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവോ എന്നൊരു പരിഗണന പോലും നൽകാതെ തെരുവിലൂടെ വലിച്ചിഴച്ചാണ് എംപിമാരായ കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. തിരികെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.